ഇന്ത്യയുടെ സമുദ്രാതിർത്തിയിലേക്ക് പലപ്പോഴും ചൈനീസ് കപ്പലുകൾ എത്താറുണ്ട്. ഈ ചൈന കടലിൽ പര്യവേഷണം നടത്താൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. പലപ്പോഴും ചൈനയുടെ ചാരക്കപ്പലായിരിക്കും. ഇത്തരം നീക്കങ്ങൾ ചൈന പല രാജ്യങ്ങൾക്കും നേരെ നടത്തുന്നുണ്ട്. അങ്ങനെ ജപ്പാന് നേരെ നടത്തിയ ഒരു നീക്കം വലിയൊരു സംഘർഷ സമാനമായ സാഹചര്യത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അതായത് ജപ്പാന്റെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിലേക്ക് ചൈനയുടെ ഒരു കപ്പൽ കടന്നു കയറുന്നു. ജപ്പാൻ നേവി ആവശ്യപ്പെട്ടു ആ കപ്പൽ സ്റ്റോപ്പ് ചെയ്യണമെന്ന്. എന്നാൽ കപ്പൽ നിർത്താൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, വളരെ വേഗത്തിൽ അത് ഓടിച്ചു പോകാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതോടുകൂടി ജപ്പാൻ നേവി ആ കപ്പലിനെ പിന്തുടരുകയും ചൈനീസ് കപ്പലിനെ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു. തുടർന്ന് അതിൻ്റെ നാവികനെ അറസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ആ കപ്പലിലുണ്ടായിരുന്ന 10 പേരെയും അറസ്റ്റ് ചെയ്തു. എന്നിട്ട് ഇവരെ ജപ്പാന്റെ കസ്റ്റഡിയിൽ വെച്ചു. ഇത് ജപ്പാൻ, ചൈന എന്നീ 2 രാജ്യങ്ങൾ തമ്മിൽ, അതായത് ഏഷ്യയിലെ 2 വൻ ശക്തികളാണ്, ഇവർ തമ്മിൽ പതിറ്റാണ്ടുകളായുള്ള പകയുടെ പുതിയ വേർഷനായിട്ട് മാറുകയാണ്. എന്തിനാണ് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിലേക്ക് ചൈനീസ് കപ്പൽ കടന്നു കയറിയത്? ചൈന അവകാശപ്പെടുന്നത് ഞങ്ങളുടെ മത്സ്യബന്ധന ബോട്ടാണെന്നാണ്. പക്ഷേ സൗത്ത് കൊറിയയുടെയും അതുപോലെ തന്നെ തായ്വാന്റെയും ഒക്കെ ഇത്തരത്തിലുള്ള ഫിഷിംഗ് വെസൽസ് അവിടേക്ക് വരുമ്പോൾ ജപ്പാൻ പിടികൂടാറുണ്ട്. പിന്നീട് കസ്റ്റഡിയിലെടുത്ത് പരിശോധനയൊക്കെ നടത്തിയതിന് ശേഷം വിട്ടുകൊടുക്കുമായിരിക്കാം. ഇവിടെ ചൈനയുടെ കപ്പലുകൾക്ക് നേരെ ജപ്പാൻ ഇത്തരം നടപടിക്കൊന്നും മുതിരുന്നില്ല. പലതവണയായിട്ട് ചൈന ഇത്തരം കടന്നുകയറ്റം നടത്തുന്നുമുണ്ട്. 2022 ശേഷം ഇതാദ്യമായിട്ട് ചൈനീസ് കപ്പലിനെ ജപ്പാൻ പിടികൂടി എന്നുള്ള വാർത്ത അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചാ വിഷയമായി. കാരണം ഇവിടെ പശ്ചിമേഷ്യയിൽ യുദ്ധം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് സമാപ്തിയായിട്ടില്ല. അമേരിക്ക ഏത് നിമിഷവും ഇറാന് നേരെ ആക്രമിക്കാമെന്നുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഇപ്പോഴിതാ കേൾക്കുന്ന വാർത്ത എന്താ? കിഴക്കൻ ഏഷ്യയിൽ 2 രാജ്യങ്ങൾ തമ്മിൽ സമുദ്ര മേഖലയിൽ കൊമ്പ് കോർക്കുന്നു എന്നുള്ളതാണ്. ഇത് വളരെ നിർണായകമാണ്. കാരണം ജപ്പാന്റെ പടിഞ്ഞാറൻ മേഖലയായ നാഗസാക്കിക്ക് സമീപം മെഷിമ ദ്വീപിന് 165 കിലോമീറ്റർ അകലെയാണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഈ സ്ഥലം വളരെ നിർണായകമാണെന്ന് പറയാൻ കാരണം ചൈന ദിയാവോ ദ്വീപുകൾ എന്ന് പറഞ്ഞിട്ട് ചൈനയുടെ അധീനതയിലുള്ള ഒരു പ്രദേശമുണ്ട്. ഇത് തന്നെ ജപ്പാൻ സെൻകാക്കു ദ്വീപുകൾ എന്ന പേരിട്ട് വിളിക്കുന്നുണ്ട്. അത് ജപ്പാന്റെ അധീനതയിലാണെന്നാണ് പറയുന്നത്. ഈ മേഖല സംബന്ധിച്ച് വലിയ തർക്കം നിലനിൽക്കുകയാണ്. ആ ഭാഗത്ത് മത്സ്യബന്ധനത്തിനായിട്ട് ധാരാളം ബോട്ടുകൾ എത്താറുണ്ട്. മാത്രമല്ല പ്രകൃതിവാതകത്തിൻ്റെ നിക്ഷേപമുണ്ട്. അപ്പോൾ വളരെ സെൻസിറ്റീവായ ഒരു സ്ഥലത്തേക്ക് ചൈനീസ് കപ്പൽ കടന്നു കയറിയും ജപ്പാൻ അതിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. ഇതോടുകൂടി ബീജിങ്ങും ടോക്കിയോയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വലിയ വിള്ളൽ വീണിരിക്കുകയാണ്. അതായത് ജപ്പാനിലേക്ക് ചൈനയിൽ നിന്ന് ധാരാളം സഞ്ചാരികൾ എത്തിക്കൊണ്ടിരുന്നു. അവിടെ ടൂറിസ്റ്റുകളായിട്ടൊക്കെ. ഇപ്പോൾ ജപ്പാനിലേക്ക് പോകരുതെന്നാണ് ചൈന പറയുന്നത്. അതുപോലെ ജപ്പാനിൽ നിന്നുള്ള മത്സ്യവിഭവങ്ങളുടെ ഇറക്കുമതി ഒരു പരിധി വരെ ചൈന നിർത്തിവെച്ചു. ജപ്പാനിലെ സിനിമകളുടെ റിലീസിങ് നിർത്തിവെച്ചു. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ജപ്പാനെതിരായിട്ട് ചൈന നിലപാട് കടുപ്പിക്കുന്നു. ഇതിന് കാരണം കൂടിയുണ്ട്. കാരണം 1945 വരെ തൈവാൻ ജപ്പാന്റെ നിയന്ത്രണത്തിലായിരുന്നു. പിന്നീട് ഈ തൈവാനിൽ അവകാശവാദം ഉന്നയിച്ച് ചൈന വന്നു, എപ്പോൾ വേണമെങ്കിലും തൈവാനെ പിടിച്ചെടുക്കാമെന്ന്. എന്നാൽ ജപ്പാന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള സനെ തകായിച്ചി പറയുകയാണ്, ഏതെങ്കിലും തരത്തിൽ തൈവാനിലേക്ക് ഒരു നീക്കം നടത്തുകയാണെങ്കിൽ, അതായത് ചൈന നീക്കം നടത്തിയാൽ ഞങ്ങൾ ബീജിങ്ങിലേക്ക് ഒരു സൈനിക നടപടിക്ക് മടിക്കില്ല. അപ്പോൾ ജപ്പാൻ ചൈനയെ ഭീഷണിപ്പെടുത്തുന്നു എന്ന് വേണമെങ്കിൽ പറയാം. മാത്രമല്ല ഈ ജപ്പാനിലുള്ള ഈ വിഭവങ്ങൾ, അല്ലെ ജപ്പാന്റെ ഈ സമ്പദ് വ്യവസ്ഥയെ തകർക്കാനുള്ള ചില നീക്കങ്ങൾ ചൈന നടത്തിയിരുന്നു. അതായത് ടൂറിസം, റീറ്റെയിൽ മേഖലയിലെ ജാപ്പനീസ് ഓഹരികളുടെ തകർച്ചയ്ക്ക് ചൈന ചില ചരടുവലികളൊക്കെ നടത്തിയിട്ടുണ്ട്. ഇതുകൊണ്ടാണ് പറയുന്നത് ചൈനയുടെ നീക്കങ്ങളെ അത്ര ലഘുവായിട്ട് ജപ്പാൻ ഇപ്പോൾ കാണുന്നില്ല. മാത്രമല്ല ഏതെങ്കിലും കാരണവശാൽ ഈ തൈവാനെ പിടിച്ചെടുക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ നോക്കിയിരിക്കില്ല, ഞങ്ങൾ കയറി ഇടപെടുമെന്നും സനെ തകായിച്ചി പറഞ്ഞത് ചൈനീസ് നയതന്ത്ര ബന്ധത്തെ വല്ലാതെ ഉലച്ചു. മാത്രമല്ല ചൈന പ്രകോപിതരായി ടോക്കിയോയിലെ ചൈനീസ് ജപ്പാനിലെ അംബാസഡറെയൊക്കെ വിളിച്ചു വരുത്തി, എന്നിട്ട് വളരെ കൃത്യമായിട്ട് വാർണിംഗ് കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് ചൈന പറയുന്നു, തീ കൊണ്ട് കളിക്കരുതെന്നാണ് ജപ്പാനോട് പറഞ്ഞിരിക്കുന്നത്. അതായത് ചൈനീസ് വിദേശകാര്യമന്ത്രം സോഷ്യൽ മീഡിയയിലൂടെ അറിയിപ്പ് നൽകിയിരിക്കുന്നു, ജപ്പാൻ കടൽത്തീര സാഹചര്യങ്ങൾ അനാവശ്യമായി ഇടപെട്ടാൽ
തിരിച്ചടി അവർ പ്രതീക്ഷിക്കുന്നതിനപ്പുറമായിരിക്കും എന്ന് പറയുന്നു. അതിന് ജപ്പാൻ നൽകുന്ന മറുപടി, തൈവാനിലെ പ്രശ്നങ്ങൾ സമാധാനപരമായിട്ട് ചർച്ച ചെയ്ത് പരിഹരിക്കാനാണെങ്കിൽ ഞങ്ങളുണ്ട്. അനാവശ്യമായിട്ടുള്ള ഇടപെടലാണെങ്കിൽ ഞങ്ങൾ നോക്കി നിൽക്കില്ല. അമേരിക്ക ഇപ്പോൾ പിന്തുണയുമായിട്ട് ജപ്പാൻ്റെ കൂടെ വന്നു. എന്തെങ്കിലും തരത്തിൽ ജപ്പാൻ്റെ ഇടപെടലിന് സഹായം വേണമെങ്കിൽ ഞങ്ങൾ നൽകാമെന്നും. ഇവിടെയാണ് ചൈനീസ് ഭരണാധികാരിയായിട്ടുള്ള ഷീ ജിൻപിങ് ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ത് നിലപാട് സ്വീകരിക്കും? നമുക്കറിയാം, സമുദ്രമേഖലയിൽ എല്ലായ്പ്പോഴും വലിയ ആധിപത്യം പുലർത്തുന്ന ഒരു രാജ്യം ചൈനയാണ്. ആ ചൈനയുടെ ആധിപത്യത്തെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ക്വാഡ് പോലെയുള്ള സഖ്യം രൂപീകരിച്ചത്. അതിൽ അമേരിക്കയും ഓസ്ട്രേലിയയും ഇന്ത്യയും ജപ്പാനും ഉണ്ട്. അപ്പോൾ ഇന്ത്യയും ജപ്പാനും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ട്. ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ജപ്പാനെ സഹായിക്കുമോ? ഇതാണ് അവരുടെ സംശയം. മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പോൾ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഈ ദിബ്രുഗഡ് ജില്ലയിൽ നമ്മൾ ഈ യുദ്ധവിമാനമായിട്ടുള്ള റഫേൽ അതുപോലെ തന്നെ സുഖോയ് വിമാനങ്ങൾ ഇറക്കി. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് യാത്രാ വിമാനം അവിടെ ഇറക്കി എന്ന് പറഞ്ഞാൽ ചൈനയിൽ നിന്ന് 100 കിലോമീറ്റർ അകലെ വേണമെങ്കിൽ ദേശീയപാതയിൽ പോലും വിമാനം ഇറക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യയിലേക്ക് നമ്മൾ മാറി. ഏതെങ്കിലും തരത്തിൽ സംഘർഷ സമാനമായ സാഹചര്യം ഉണ്ടായാൽ ക്വാഡ് സഖ്യത്തിൽ ഉൾപ്പെട്ട ജപ്പാനൊപ്പം നിൽക്കുമോ അതോ ചൈനയ്ക്കൊപ്പം ഒരു പിന്തുണയുമായിട്ടെങ്കിലും ഇന്ത്യ നിൽക്കുമോ എന്നുള്ളതാണ് അവർ ഉറ്റുനോക്കുന്ന ഒരു കാര്യം. മാത്രമല്ല, ഇപ്പോൾ പാകിസ്ഥാനെ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് ഉൾപ്പെടെ ചൈന സഹായിച്ചു. പക്ഷേ ഇതൊക്കെ പരോക്ഷമായിട്ടാണ്, പ്രത്യക്ഷമായിട്ട് ഒരു നിലപാടും സ്വീകരിക്കുന്നില്ല. ബംഗ്ലാദേശിൻ്റെയൊക്കെ പിന്തുണയുണ്ടായിട്ടും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് ഒരു കടന്നുകയറ്റം ഒന്നും നടത്താൻ ചൈന തയ്യാറായിട്ടില്ല. പക്ഷേ ചൈനയെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള മിസൈലുകളൊക്കെ പരീക്ഷിക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ വളരെ പെട്ടെന്നാണ് ചൈനീസ് ചാരക്കപ്പലുകൾ നമ്മുടെ സമുദ്രമേഖലയിലേക്ക് എത്തുന്നത്. എന്നിട്ട് അവിടെ സമുദ്ര പര്യവേഷണം എന്ന വ്യാജേന കിലോമീറ്ററുകളോളം നീണ്ടു കിടക്കുന്ന ഭാഗങ്ങളിൽ ഈ പറയുന്ന ആങ്കർ ചെയ്ത് കപ്പലുകൾ കിടക്കുന്നുണ്ട്. അതൊക്കെ ഇന്ത്യ പൊളിക്കുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് ചൈനയുടെ ഈ നീക്കം ജപ്പാൻ പറയുന്നത് പോലെ ഒരു പക്ഷേ ഈ ചാരപ്പണിക്ക് വന്നതായിരിക്കാം. എന്തായാലും സ്വന്തം കപ്പലിനെ, അതിൻ്റെ ക്യാപ്റ്റനെ, 10 ജീവനക്കാരെയൊക്കെ ജപ്പാൻ തടങ്കലിലാക്കി എന്ന് പറയുന്നത് ചൈനയ്ക്ക് ആഗോളതലത്തിൽ വലിയ നാണക്കേടാണ്. പക്ഷേ ജപ്പാൻ നടത്തുന്ന സ്റ്റെപ്പുകൾ ചൈന സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ അവിടുത്തെ പ്രതിരോധ ബജറ്റ് ഇരട്ടിയാക്കി. അമേരിക്കയിൽ നിന്ന് വാങ്ങുന്ന ആയുധങ്ങളുടെ, പ്രതിരോധ ഉപകരണങ്ങളുടെയൊക്കെ ക്വാണ്ടിറ്റി കൂട്ടാൻ ജപ്പാൻ തീരുമാനിച്ചു. എന്തിനു വേണ്ടിയിട്ടായിരിക്കാം അത്? അപ്പോൾ പതിറ്റാണ്ടുകളായിട്ട് ചൈനയും ജപ്പാനും തമ്മിൽ യാതൊരു വിധത്തിലും നല്ല ബന്ധമല്ല പുലർത്തുന്നത്. അത് പുതിയ കാലഘട്ടത്തിൽ പുതിയ രൂപത്തിൽ വരുന്നു. 2022 ശേഷം ചൈനീസ് കപ്പലിനെ പിന്തുടർന്ന് ജപ്പാൻ പിടികൂടി എന്ന് പറഞ്ഞാൽ ഏത് നിമിഷവും ഞങ്ങൾ ഒരു ആക്രമണത്തിന് സന്നദ്ധമാണെന്നുള്ളൊരു മെസ്സേജാണ് നൽകുന്നത്. മാത്രമല്ല, ഈ സമുദ്രമേഖലയിൽ അനാവശ്യമായ ഇടപെടൽ തീ കൊണ്ടുള്ള കളിയാണെന്നും ചൈന മുന്നറിയിപ്പ് നൽകി. എന്നാൽ ജപ്പാൻ നൽകുന്ന മറുപടി, ഞങ്ങൾക്ക് അതിൽ ചാരോപകരണങ്ങൾ ഉണ്ടോ എന്ന് സംശയമുണ്ട്, അതുകൊണ്ട് ആ കപ്പൽ നിർത്താൻ പറഞ്ഞു. അവർ നിർത്തിയില്ല. എന്തുകൊണ്ടാണ് കപ്പൽ നിർത്താത്തത്? മത്സ്യബന്ധനത്തിൽ വരുന്ന കപ്പൽ എന്തിനാണ് ഞങ്ങളുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിലേക്ക് കടക്കുന്നത്? അവിടെ കടന്നു കയറുന്നതിന് പിന്നിൽ ചില ഉദ്ദേശങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്തായാലും ബീജിങ്ങും അതുപോലെ ടോക്കിയോയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ ഉലയുകയാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ലോകത്തിലെ തന്നെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള നേവി ചൈനയുടേതാണ്. അപ്പോൾ ജപ്പാൻ ചൈനയുടെ കപ്പൽ പിടിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ചൈനീസ് യുദ്ധക്കപ്പലുകൾ കൂട്ടത്തോടെ ജപ്പാനെ വളയുന്ന ഒരു സാഹചര്യമുണ്ട്. ആ മേഖലയിലേക്ക് വരാം. കാരണം ഇത് അന്താരാഷ്ട്ര വ്യാപാര കപ്പലുകളൊക്കെ നീങ്ങുന്ന ഒരു പ്രധാന പാതയാണ്. ഈ പാതയിൽ ചൈന തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടി ആയിരിക്കാം ഒരുപക്ഷെ ജപ്പാന്റെ മുന്നറിയിപ്പിനെ അവഗണിച്ചുകൊണ്ട് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിലേക്ക് കടന്നു കയറിയത്. ജപ്പാൻ 2022 ശേഷം ചൈനീസ് കപ്പലുകളെ അങ്ങനെ തടയുകയോ പിടികൂടുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതിൻ്റെ ഒരു ധൈര്യവുമുണ്ട്. പക്ഷേ കാലം മാറി, അതുപോലെ തന്നെ സാഹചര്യവും മാറി. അതുകൊണ്ട് തന്നെ ലോകത്തിലെ പ്രധാനപ്പെട്ട വ്യാപാര പാതയിലൂടെ ചൈനയുടെ ഒരു ആധിപത്യം സ്ഥാപിക്കാനുള്ള നീക്കത്തെ ജപ്പാൻ അട്ടിമറിച്ചു. അപ്പോൾ സമുദ്രമേഖലയിൽ ഏഷ്യയിലെ 2 വൻ ശക്തികൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ ചൈനയുടെ 100 കിലോമീറ്റർ അകലെ ദേശീയപാതയിൽ നിന്ന് വന്നിറങ്ങാനും ഉയർന്നു പൊങ്ങാനുമൊക്കെ കഴിവുണ്ടെന്ന് നമ്മൾ തെളിയിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജപ്പാൻ്റെ കൂടെ നിൽക്കുമോ ചൈനയുടെ കൂടെ നിൽക്കുമോ എന്നുള്ളൊരു ആശങ്ക ഷീ ജിൻപിങ്ങിനുണ്ട്. എന്തായാലും ലോകത്തിലെ തന്നെ വലിയ നേവിയുള്ള ചൈന ജപ്പാൻ്റെ ഈ നീക്കത്തിന് എങ്ങനെ മറുപടി കൊടുക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ലോകം ഇക്കാര്യം ഉറ്റുനോക്കുന്നു. ഒരുപക്ഷെ മറ്റൊരു യുദ്ധമുഖം കൂടി ഏഷ്യയ്ക്ക് തുറക്കുകയാണെങ്കിൽ അത് ലോക സമാധാനത്തെ വല്ലാതെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട.